ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇമോജീസ് വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന്. ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫിൽമോറ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ മീഡിയയിൽ ഇമ്പോർട്ട് മീഡിയ ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു വീഡിയോ ഫയൽ ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് വീഡിയോൻ്റെ ഏത് ഭാഗത്താണ് ഇമോജീസ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ പോസ് ചെയ്യുക. ഇനി സ്റ്റിക്കേഴ്സിൻ്റെ മെനുവിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇമോജീസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ കന്നഡയുടെ ഇമോജീസ് ആണ് ആഡ് ചെയ്യുന്നത്. ആ ഇമോജീസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ആഡാവും. ആ താഴത്തെ ആ ചുവന്ന വെർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് കർസർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നീക്കി നിങ്ങൾ ഇമോജീസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ ആ ഇമോജീസ് അവിടെ കാണാം. ഇനി ആ ഇമോജീസിൻ്റെ സൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസാരം അത് അഡ്ജസ്റ്റ് ചെയ്യാം. വീഡിയോൻ്റെ ഏത് പാർട്ടിലാണ് നിങ്ങൾക്കത് വേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കണ്ണട കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ കണ്ണടയുടെ മുകളിലത്തെ ആ റൗണ്ട് ഭാഗത്ത് കർസർ വെച്ച് നമുക്കത് ചിരിച്ച് കൊണ്ടുവരാം. എങ്ങനെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാം. ആ ഇമോജീസ് വീഡിയോൻ്റെ ഏതൊക്കെ ഭാഗത്ത് വേണ്ടെന്നുള്ളത് നമുക്ക് താഴത്തെ ആ ബ്ലോക്ക് ചെറുതോ വലുതോ ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറേ ഐഡിയാസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഞാൻ ഇപ്പോൾ അത് എങ്ങനെയാണ് ആ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അത് കറക്റ്റ് ആ വീഡിയോയിലെ ആളെ മുഖത്ത് കറക്റ്റ് ഫിറ്റായിട്ട് ഇപ്പോൾ കാണാൻ നിങ്ങൾ. ഇനി നമുക്ക് വേറെ ഒരു ഇമോജീസ് കൂടി ആഡ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ആ കരിയുന്ന ഇമോജീസ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമുക്കത് എവിടെയാണ് വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാം. കണ്ണടയുടെ ഇമോജീസ് നമുക്ക് ഒരിക്കൽ കൂടി ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും ഇതെങ്ങനെയാണ് അത് സൈസ് കുറച്ച് കറക്റ്റ് ഫേസിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതേപോലത്തെ എഡിറ്റിംഗ് വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. താങ്ക് യു.